ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ മാതാജി. കണ്ടുപോയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എന്താ മാതാജി സെയിമാണോന്ന്? ഹരേ കൃഷ്ണ മാതാജി. എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നെ? ഏത് ലിങ്ക് സെയിമാണോന്ന് ചോദിച്ചാരാ ചോദിച്ചല്ലോ എന്തോ? ഞാനാ ചോദിച്ചതേ, എന്താണ് 7 മണിയുടെ ബാച്ചിന്റെ ലിങ്കും 8 മണിയുടെ ബാച്ചിന്റെ ലിങ്കും സെയിം ആണോന്ന്. സെയിമാണ്, സെയിമാണ്. എന്താ ഞാൻ നേരത്തെ തുടങ്ങിന്ന് വിചാരിച്ചേ പെട്ടെന്ന്. രണ്ടും കേട്ടോ. അങ്ങനെ കേറി. സാരില്ല, അത് കുഴപ്പമില്ല. ഇത് അടുത്ത ലെവൽ ക്ലാസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതില് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ചില ശ്ലോകങ്ങൾ വിട്ടിട്ടല്ലേ പഠിക്കുന്നത്. അവിടെ ആകുമ്പോ എല്ലാ ശ്ലോകങ്ങളും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് 11ാമത്തെ അധ്യായം ആയതുകൊണ്ട് നിങ്ങൾ അവിടെ എത്താത്തത് കൊണ്ട് മനസ്സിലാവുണ്ടാവില്ല. അതല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല കേൾക്കുമ്പോ. ജസ്റ്റ് കേറിയുള്ളൂ. അപ്പൊ വേറെ ആൾക്കാരെ കണ്ടപ്പോ ഞാൻ ഇതല്ലേന്ന് വിചാരിച്ചു. പിന്നെ ലീവ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ റീജോയിൻ വീണ്ടും ചെയ്തതാ. ഓക്കെ. ഇന്ന് മാതാജി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനും നിർത്തില്ലേ. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ ആയിട്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്യായം 9 അല്ലെ? നമ്മുടെ അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യ യോഗം അല്ലെ നമ്മൾ നിൽക്കേണ്ടത്. രാജവിദ്യ രാജഗുഹ്യ യോഗം. എന്തിനാണ് ഇവിടെ ഭഗവാൻ അറിയാവോ? രാജവിദ്യ എന്ന് പറയുന്നത് എന്തിനായിരിക്കും? നമ്മള് 9ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ ഇവിടെ ഭക്തിയുടെ സേവനത്തെയാണ് രാജവിദ്യ എന്ന് പറയുന്നത്. രാജവിദ്യയാണ്, വിദ്യകളുടെ രാജാവാണെന്നാ പറയുന്നത്. എന്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രവൃത്തികളുടെ രാജാവാണ് ഭക്തിയുടെ സേവനം ചെയ്യുന്നത്. കാരണം ഭക്തിയുടെ സേവനത്തിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ പരിശുദ്ധരാകുന്നതും ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും നമ്മൾ പരിശുദ്ധരാകുമ്പോഴാണ്. പരിശുദ്ധരാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യണം നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭക്തിയുടെ സേവനത്തെ രാജവിദ്യയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് രാജഗുഹ്യവുമാണ്. ഏറ്റവും രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായിട്ടുള്ള അറിവുമാണ് ഏത്? ഈ ഭക്തിയുടെ സേവനത്തെ കുറിച്ച് ആചാര്യന്മാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വളരെ രഹസ്യമായിട്ടാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് പറയുന്നത്. അപ്പൊ അതാണ് രാജവിദ്യ രാജഗുഹ്യയോഗം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതുകൊണ്ടാണ് അതിനെ സെന്ററിൽ വെച്ചിരിക്കുന്നത്. 18 അധ്യായത്തില് 9ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറയുന്നത് സെന്ററിൽ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ നടുക്ക് സെന്ററിലാണ് ആ മെയിൻ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉള്ള ഒരു പോർഷൻ വെക്കുന്നത്. അതേപോലെ തന്നെ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറഞ്ഞ 9ാമത്തെ അധ്യായം. പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് എന്നാണ് നമ്മുടെ ഈ അധ്യായം. രാജവിദ്യ രാജഗുഹ്യയോഗം, ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ്, അതാണ് പറയുന്നത് നമ്മുടെ ഈ അധ്യായത്തിന്. 1ാമത്തെ ശ്ലോകം ഇതിൽ പറഞ്ഞിട്ടില്ല, നമുക്ക് വായിക്കാം. ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന്. ഹരേ കൃഷ്ണ. നമ്മൾ പറഞ്ഞു സേവനത്തെയാണ് ഇവിടെ രാജവിദ്യ എന്ന് പറയുന്നത്. മ്യൂട്ട് ചെയ്യണം എല്ലാവരെയും എന്ന് പറയുന്നത്. 1ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച ഇദം തൂതേ ഗുഹ്യതമം പ്രവിക്ഷ്യാമ്യാനസൂയവേ ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്.
ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. ഇതറിഞ്ഞാൽ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നീ മുക്തനാകും. അപ്പൊ ഭഗവാൻ അർജുനനോട് പറയാണ്, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് അതീവ രഹസ്യമായിട്ടുള്ള ഈ ഒരു ജ്ഞാനവും വിജ്ഞാനവും നിനക്ക് പറഞ്ഞു തരാനായിട്ട് കാരണം. അർജുനൻ ഒരിക്കലും ഭഗവാനിൽ അസൂയ ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവാൻ അർജുനന് ഈ ജ്ഞാനം, ഏത് ജ്ഞാനമാണ്? ഈ ഭക്തിയുടെ സേവനത്തെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ വിജ്ഞാനം, അതെങ്ങനെയാണ് പ്രാക്ടിക്കലാക്കി ചെയ്യേണ്ടതിനെ കുറിച്ചും ഗ്രഹിപ്പിക്കുന്നതെന്ന്. ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് മുക്തനാകാനായിട്ട് നിനക്ക് സാധിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭൗതിക ജീവിതത്തിലെ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനാകാനായിട്ട് നിനക്ക് സാധിക്കും. അപ്പൊ അർജുനനെ ഭഗവാനെ കുറിച്ച് അറിയും തോറും, ഇപ്പൊ നമ്മൾ 9ാമത്തെ അധ്യായത്തിലെത്തി, അപ്പൊ ഭഗവാനെ കുറിച്ച് അർജുനന് മനസ്സിലാകും തോറും അർജുനന് ഭഗവാനോട് അസൂയല്ല തോന്നിയത്, തിരിച്ച് ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആർക്ക്? അർജുനന്. അതുകൊണ്ട് തന്നെ പറയുന്നത്, അർജുനൻ ഒരിക്കലും ഭഗവാനോട് അസൂയ തോന്നിയിട്ടില്ല. തിരിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കും തോറും കേൾക്കും തോറും ഭക്തി വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് ആർക്ക്? അർജുനന്. ഇവിടെ ഭഗവാൻ പറഞ്ഞു തരാണ്, ഭഗവാൻ പറഞ്ഞ ഇതിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ, ഈ അതീവ രഹസ്യമായിട്ടുള്ള ഈ ജ്ഞാനത്തെ കുറിച്ചും വിജ്ഞാനത്തെ കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഭൗതിക ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനാകാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് ആര് പറയുന്നത്? ഇവിടെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഏറ്റവും രഹസ്യമായിട്ടുള്ള അറിവിനെ കുറിച്ച്, അതാണ് ഇവിടെ പറഞ്ഞ അറിവ് മനസ്സിലാക്കാനും അറിവിനെ കുറിച്ച് അറിയാനും അതെങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. രാജവിദ്യ രാജഗുഹ്യം പവിത്രാമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. ഈ ജ്ഞാനം രാജവിദ്യയാണ്, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും ഏറ്റവും പവിത്രവുമായതാണിത്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നത് കൊണ്ട് ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണിത്. അപ്പൊ ഈ ജ്ഞാനം എന്താണ്? ഇത് രാജവിദ്യയാണ്, വിദ്യകളുടെ രാജാവാണെന്നാ പറയുന്നത് ഈ ഒരു ജ്ഞാനം. ഏത് ജ്ഞാനത്തെ കുറിച്ചാണ് പറയണത്? ഇവിടെ നമ്മള് ഭക്തിയുടെ സേവനത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ജ്ഞാനം രാജവിദ്യയാണ്, രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായിട്ടുള്ളതും ഏറ്റവും പവിത്രമായിട്ടുള്ളതുമാണിത്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നത് കൊണ്ട് ധർമ്മത്തിന്റെ പരിപൂർണതയുമാണിത്. അപ്പൊ നേരിട്ട് ആത്മസാക്ഷാത്കാരം കിട്ടാനും ഇതുകൊണ്ട് സാധിക്കാണ്. ഭക്തിയുടെ സേവനത്തിലൂടെ നമുക്ക് നേരിട്ട് ആത്മസാക്ഷാത്കാരം കിട്ടാണ്, നമ്മളത് പറഞ്ഞൂല്ലേ നേരത്തെ. അതുകൊണ്ട് തന്നെ ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതാണിത്. ശാശ്വതമായിട്ടുള്ളതാണ്, സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഭക്തിയുടെ സേവനം ചെയ്യുന്നതിന്റെ വിശേഷണമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞത്. അത് രാജവിദ്യയാണ്. എത്രമാത്രം നമ്മൾ പാപങ്ങൾ ചെയ്താലും നമ്മള് പരിശുദ്ധരാക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് സാധിക്കാണ്? ഭക്തിയുടെ സേവനത്തിലൂടെ സാധിക്കും. എത്രയും നമ്മള് അഥവാ പാപപ്രവർത്തികൾ ചെയ്താലും നമ്മളെ പരിശുദ്ധമാക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കാണ്? നമ്മള് ഭക്തിയുടെ സേവനം ചെയ്യുന്നതിലൂടെ സാധിക്കും. മാത്രമല്ല ഇവിടെ എന്താ പറഞ്ഞത്? അത് പ്രത്യക്ഷാവഗമം ധർമ്മം എന്നാ പറഞ്ഞത്. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഗുണങ്ങള് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മള് ഒരു മാല ജപിക്കാന്ന് പറഞ്ഞു, നമ്മള് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച തുടർച്ചയായിട്ട് നമ്മളൊരു മാല ജപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കത് ഏറ്റവും ആനന്ദകരമായിട്ട് നമുക്കത് നന്നായിട്ട് അത് ഫീൽ ചെയ്യും, നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്, അത് പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. മാത്രല്ല നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നതാണ്. നമുക്ക് ഭക്തിയുടെ സേവനത്തിലൂടെ നമുക്ക് എന്താണ്? ഡയറക്റ്റ് എൻട്രി ആണ് നമ്മൾ പറഞ്ഞു. ഭക്തിയുടെ സേവനത്തിലൂടെ നേരിട്ട് ഭക്തിയുടെ സേവനം ചെയ്യുന്നതിലൂടെ ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. ഈ ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല, ഹേ ശത്രുഞ്ജയ. അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു. അപ്പൊ ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു. അപ്പൊ ആർക്കൊക്കെയാണ് ഭഗവാനെ അറിയാൻ സാധിക്കാത്തത്, ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക്. ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനോ ഭഗവാനെ കുറിച്ച് അറിയാനോ സാധിക്കില്ല. അവിടെ ശ്രദ്ധ, വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാനെ അറിയാൻ സാധിക്കില്ല. അവർക്ക് എന്ത് വേണ്ടി വരും? വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വന്ന് ജന്മം എടുക്കേണ്ടതായിട്ട് വരും. അവര് ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഭക്തിയുടെ സേവനത്തില് വിശ്വാസം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവ്യക്തമായ രൂപത്തിൽ
ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു, സർവഭൂതങ്ങളും എന്നിലാണ്, ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്? എന്താണ് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാണ്. അവ്യക്തമായിട്ടുള്ള രൂപത്തില് ഭഗവാൻ ഈ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ വ്യാപിച്ചു നിൽക്കാണ്. എല്ലാതും എന്താ പറഞ്ഞത്? സർവഭൂതങ്ങളും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എല്ലാതും ആരിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഭഗവാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നതെന്നാ പറയുന്നത്. അവ്യക്തമായിട്ടുള്ള രൂപത്തില് നമുക്ക് വ്യക്തമാവില്ല, നമുക്ക് കാണാൻ സാധിക്കില്ല ഭഗവാന്റെ ആ രൂപം. ആ രൂപം ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കാണ്. സർവഭൂതങ്ങളും എന്തിലാണ്? ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഭഗവാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഈ ഇത് മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ ആർക്കാ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നേ? അറിയാവോ? നമുക്ക് ഓർമ്മയുണ്ടോ? യശോദാമയ്ക്ക്. യശോദാമയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഭഗവാന്. ഭഗവാന്റെ ഈ പ്രപഞ്ചം മുഴുവൻ യശോദാമയ്ക്ക് തന്റെ വായിലൂടെ അദ്ദേഹം പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവ്യക്തമായ രൂപത്തില് നമുക്ക് കാണാൻ സാധിക്കില്ല ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ വ്യാപിച്ചു നിൽക്കാണെന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, സ്ഥൂലമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കില്ല. ഭക്തിരസാമൃതത്തിൽ പറയുന്നുണ്ട്, അത ശ്രീകൃഷ്ണ നാമാതി നഭാവേദ്ഗ്രാഹ്യം ഇന്ദ്രിയൈഹി സേവോന്മുഖൈഹി ജിഹ്വാത സ്വയമേവ സ്ഫുരത്യതഃ. ഭഗവാനെ ദർശിക്കാനായിട്ട് നമ്മുടെ ഭൗതികമായ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കില്ല. അതിന് പരിശുദ്ധ ഭക്തിയോടെ, ശരിയായ മാർഗദർശനത്തിലൂടെ ഭഗവത് സേവന ചെയ്യുന്നവർക്ക് മാത്രമേ ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കില്ല. സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. എന്റെ യോഗപ്രഭാവം നോക്കൂ, സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരു അംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം. അപ്പൊ എല്ലാതും ആരിലാണ് സ്ഥിതി ചെയ്യുന്നത്? സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. പക്ഷെ എല്ലാ സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണ് ഞാനെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരു അംശമല്ല. ഭഗവാൻ പറയാണ്, ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അംശമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവ സ്ഥാനമാണ് ആര്? ഭഗവാൻ. ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ അംശമല്ല, ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനമാണെന്നാണ് പറയുന്നത്. എല്ലാതും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എല്ലാതും നമുക്കറിയാം, ഈ ഗ്രഹങ്ങൾ മുഴുവൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കാണ്. ഭഗവാന്റെ ശക്തി കൊണ്ടാണ് അതെന്താണ്? അത് മുഴുവനും അതിൽ നിന്ന് ഭിന്നനാണ് ആര്? ഭഗവാൻ. ഈ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത്. ഭഗവാൻ അതിന്റെ ഒന്നിലും എന്തില്ല, അതിൽ നിന്നെല്ലാം ഭിന്നനാണ് ഭഗവാൻ. ഭഗവാൻ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ എന്താണ്? ഭഗവാൻ ആ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഉത്ഭവം വരുന്നത്. സ്ഥിതി ചെയ്തത് കൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു, അതുപോലെ സർവ്വസൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉദാഹരണം പറയാണ്. ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു, അതുപോലെ സർവ്വസൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഭീമാകാരമായിട്ടുള്ള ഇത്രയും വലിയൊരു പ്രപഞ്ചം ഭഗവാനിൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മളെപ്പോലുള്ളവർക്ക്, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലൊരു ഉദാഹരണം പറയാണ്. എങ്ങനെയാണ് പറയുന്നത്? ആകാശത്തിലുള്ള നമുക്ക് അനുമാനിക്കാവുന്നതാണ് ഏറ്റവും വലിയൊരു സംഭവം, പ്രതിഭാസമാണ് നമ്മുടെ ആകാശത്തിലുള്ള വായു, ആ കാറ്റ് എന്താണ് പറഞ്ഞത്? എല്ലാ പദാർത്ഥങ്ങളും ചലിക്കുന്നുണ്ട്. ആ ചലനത്തിന്റെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും ഈ ആകാശത്തിൽ തന്നെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ കാറ്റ്, ഈ വായു സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തിന്റെ അപ്പുറത്തേക്ക് അത് കടക്കുന്നില്ല. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അത് ചലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാണ് അവിടെ കാറ്റുണ്ടെന്ന്. പക്ഷെ അതിന്റെ ഇപ്പുറത്തേക്ക് അത് കടക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ഭഗവാനെ പറയുന്നത്. ഈ പ്രത്യക്ഷ പ്രപഞ്ചം, പരമമായിട്ടുള്ള ഈ പ്രത്യക്ഷ പ്രപഞ്ചം ഭഗവത് ശക്തിയാലാണ് നിലനിൽക്കുന്നത്. എല്ലാതും ഭഗവാനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഭഗവാന്റെ പെർമിഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഭഗവാന്റെ ഹിതമനുസരിച്ചല്ലാതെ ഒരു പുൽക്കൊടിക്ക് പോലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? അനങ്ങാനായിട്ട് സാധിക്കില്ല. പ്രപഞ്ച പ്രവർത്തനം എന്റെ അധീനതയിലാണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് എന്ത് നടക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഭഗവാന്റെ അധീനതയിലാണ് ഇതെല്ലാതും ഉള്ളത്. അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുന്നു, ഒടുവിൽ അത് തിരോഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഭഗവാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, 3 വിഷ്ണുമൂർത്തി രൂപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണോദകശായി വിഷ്ണു,
പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അതിലാരാണ്? ഗർഭോദകശായി വിഷ്ണു ഉൾപ്പോകുന്നു. നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ കാരണോദക സമുദ്രത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവിന്റെ ശ്വാസത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഭഗവാൻ ഒരു ശ്വാസം എടുക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം വരുന്നത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതാകാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പ്രളയം സംഭവിക്കുന്നത്. സൃഷ്ടി വരുന്നത് അങ്ങനെയാണ്. സൃഷ്ടി നടക്കും എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഉച്ഛ്വാസങ്ങളിൽ നിന്ന്, ശ്വാസത്തിൽ നിന്ന് പ്രപഞ്ചങ്ങൾ ഉണ്ടാകും. ഓരോ പ്രപഞ്ചത്തിലും പിന്നെ നമ്മൾ പറഞ്ഞു പ്രപഞ്ചം ഉണ്ടായി, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്വാസം വലിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം ഇല്ലാതാകുന്നത്. അങ്ങനെയാണ് നമ്മുടെ സൃഷ്ടിയും സംഹാരം നടക്കുന്നത്, പ്രളയം നടക്കുന്നത് അങ്ങനെയാന്ന് പറയാം. അപ്പോ ഇത് ആവിർഭവിക്കുകയും ചെയ്യും, ഒടുവിൽ അത് തിരോഭവിക്കുകയും ചെയ്യുന്നത് ഒക്കെ എല്ലാത്തിന്റെയും കാരണം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അധീനതയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല. ഈ ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. പക്ഷെ എന്താണ്? ഭഗവാനെ ഈ കർമ്മങ്ങൾക്കൊന്നും ബന്ധിക്കാനായിട്ട് കഴിയില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ആര്? ഞാൻ സ്ഥിതി ചെയ്യുകയാണെന്ന് പറയണം ഞാൻ. അപ്പൊ ഭഗവാന് നമുക്ക് തോന്നപ്പോ എന്താണ്? ഭഗവാൻ ഒന്നും ചെയ്യണില്ല. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഭഗവാൻ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ എങ്ങനെയാണ്? ഭഗവാനാണ് ഈ ആധ്യാത്മിക ലോകത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ്? ഭഗവാൻ തന്നെയാണ്. അദ്ദേഹം എപ്പോഴും ശാശ്വതമായിട്ടുള്ളതും ആനന്ദകരമായിട്ടുള്ള ആധ്യാത്മിക പ്രവർത്തികളിൽ ഭഗവാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നത് എന്താണ്? ഭഗവാൻ ഉദാസീനനെ പോലെയാണ്, ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നാണ് ചെയ്യുന്നത്. ശരിക്കും ഭഗവാനാണ് എല്ലാതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മയാ ത്യേഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തി വിശേഷങ്ങളിൽ ഒന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശം അനുസരിച്ച് ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. ഈ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും ഭഗവാനോട് എന്താ പറയുന്നത്? ഭഗവാന്റെ ശക്തി വിശേഷങ്ങളിൽ ഒന്നായി ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശം അനുസരിച്ച് ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. ആ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഭൗതിക പ്രകൃതിയുടെ എന്താ പറയാ, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എന്ത്? ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. ഭഗവാന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ആണ് ഈ ഭൗതിക പ്രകൃതി, ഈ ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. എങ്ങനെയാണ്? ഭഗവാന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഭൗതിക പ്രകൃതി എല്ലാം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഒരു എനർജിയാണ്, ഭഗവാന്റെ ഒരു ഊർജമാണ് എന്ത്? ഈ ഭൗതിക പ്രകൃതി എന്ന് പറയാം. അത് ഭഗവാന്റെ നിർദ്ദേശത്തിനനുസരിച്ച്, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എല്ലാ ചരാചരങ്ങളും സൃഷ്ടിക്കുന്നത് ആരാണ്? ഭൗതിക പ്രകൃതിയാണ്. പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഭൗതിക പ്രകൃതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതിന്റെ നിയന്ത്രണം മുഴുവൻ ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭൗതിക പ്രകൃതി ചെയ്യുന്നു എന്നുള്ളൂ. പക്ഷെ ചെയ്യുന്നത് മുഴുവനും ഭൗതിക പ്രകൃതിയാണെങ്കിലും കൺട്രോൾ മുഴുവൻ ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാന്റെ എനർജിയാണ് ആര്? ഭൗതിക പ്രകൃതി. അതായത് ഭഗവാന്റെ ശക്തിയാണ് ഭൗതിക പ്രകൃതി. അവജാനന്തി മാ മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടാ. ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഭഗവാന്റെ ശക്തികളെ കുറിച്ച് അറിയാത്തവര് ഭഗവാൻ എങ്ങനെ വിചാരിക്കും? ഒരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിക്കും അല്ലെ? അവർക്ക് ഭഗവാന്റെ ശക്തിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഭഗവാന്റെ ശരിയായ രൂപത്തെ അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ രൂപത്തെ ആ മനുഷ്യരിൽ നിന്ന് ഭഗവാന്റെ രൂപത്തെ എന്ത് ചെയ്യാണ്? മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ശക്തിയെ കുറിച്ച് ഭഗവാനെ കുറിച്ച് അറിയാത്തവർക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കില്ല. ഭഗവാന്റെ ശക്തി വിസ്തരണമായിട്ടുള്ള ഭഗവാന്റെ, അതായത് ഭഗവാന്റെ രണ്ട് ശക്തികള്, ഒന്ന് യോഗമായ, പിന്നെ മഹാമായ എന്ന് പറയാം. അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയും. അന്തരംഗ ശക്തി എന്ന് പറയുന്നത് രാധാറാണിയാണ്. ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് ദുർഗാദേവിയാണ്. ഭഗവാന്റെ അന്തരംഗ ശക്തിയായിട്ടുള്ള രാധാറാണി അല്ലെങ്കിൽ യോഗമായ എന്ത് ചെയ്യാണ്? ഈ ഭഗവാനെ കുറിച്ച് അറിയാത്തവരുടെ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാത്തവരുടെ കണ്ണിൽ നിന്ന് ഭഗവാനെ മറച്ചു പിടിക്കും. കാരണം അവർ അജ്ഞരായതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. അങ്ങനെ ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കാത്തവർക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കില്ല. യോഗമായ അല്ലെങ്കിൽ അന്തരംഗ ശക്തി അല്ലെങ്കിൽ രാധാറാണി അവരിൽ നിന്ന് ഭഗവാനെ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്.
മോകാശ മോഹകർമാണോ മോഹജ്ഞാന വിചേതസഃ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതി മോഹിനീം ശ്രിതഃ. ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവും എല്ലാം പാഴായി പോകും. ഇങ്ങനെ മോഹിതരായവരെന്താ ചെയ്യുന്നത്? ഭൗതിക പ്രകൃതിയുടെ വ്യാമോഹത്തിൽ പെട്ടിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അവര് മുക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫലോദിഷ്ട കർമ്മങ്ങളോ ജ്ഞാനമൊക്കെ ആർജിച്ചിട്ടുണ്ടെങ്കിൽ, അറിവൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്തായി പോകാണ്? അതൊക്കെ പാഴായി പോകാണ് അവരുടെ. കാരണം അവര് മോഹിതരായ ആസുരങ്ങളും നിരീശ്വരവാദപരങ്ങളായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് അവർ ആകൃഷ്ടരായി പോകും. ആ വ്യാമോഹാവസ്ഥയിൽ അവരിപ്പോ ജ്ഞാനം നേടിയിട്ടുണ്ടെങ്കിലും ഫലോദിഷ്ട കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, മുക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അവരുടെ പാഴായി പോകാണ് ചെയ്യുന്നത്. കാരണം എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ഇതൊന്നിന്റെ ഫലം കിട്ടുന്നില്ല. ആസുര സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലുള്ളവര്, ഭഗവാനെ വിശ്വസിക്കാത്തവർക്കൊന്നും അവര് ചെയ്ത പ്രയത്നങ്ങളും എല്ലാതും അവർക്ക് പാഴായി പോകാണ് ചെയ്യുന്നത്, ഭഗവാനെ മനസ്സിലാക്കാത്തവർക്ക്. മഹാത്മനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിതാഃ ഭജന്ത്യാനന്യ മനസ്സോ ജ്ഞാതോ ഭൂതാദിമവ്യയം. അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഇവിടെ മഹാത്മാക്കളെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ എങ്ങനെയാണ് ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണെന്നാ പറയുന്നത്? കാരണം എന്താണ്? ഈ മഹാത്മാക്കളായിട്ടുള്ളവര് അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാലേ. ഭഗവാന്റെ ഉയർന്ന തലത്തിലുള്ള പരിശുദ്ധ ഭക്തന്മാരാണ് ആര്? ഈ മഹാത്മാക്കളായിട്ടുള്ളത്. അവർക്ക് സുരക്ഷ നൽകുന്നത് ആരാണ്? ദൈവിക പ്രകൃതി. അതായത് ഭഗവാന്റെ അന്തരംഗ ശക്തിയിലൂടെയാണ്, യോഗമായാണ് അവരെ സംരക്ഷിക്കുന്നത്. അവരെ സുരക്ഷിതരാക്കാണ് ചെയ്യുന്നത് ആര്? യോഗമായ. കാരണം ഇവരാരാണെന്ന് പറഞ്ഞു? ശുദ്ധ ഭക്തന്മാരാണെന്ന് പറഞ്ഞു, പരിശുദ്ധ ഭക്തന്മാരാണ്. അതുകൊണ്ട് അവരെ ദൈവിക പ്രകൃതിയിൽ അവരെ സുരക്ഷിതരാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ അന്തരംഗ അവരെ സുരക്ഷിതരാക്കാണ് ചെയ്യുന്നത്. സർവ്വഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവ്വം എന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ പരിശുദ്ധ ഭക്തന്മാര്, അവർക്ക് ഭഗവാനെ കുറിച്ച് നന്നായിട്ട് അറിയാം. സർവ്വഭൂതങ്ങൾക്കും ആദികാരണനാണ്, അവ്യയനുമാണ് ഭഗവാൻ, പരമപുരുഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെപ്പോഴും ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ മഹാത്മാക്കളെ, പരിശുദ്ധ ഭക്തന്മാരെ, പരിശുദ്ധ ഭക്തന്മാരെ ഭഗവാന്റെ ശക്തിയായിട്ടുള്ള, അന്തരംഗ ശക്തിയായിട്ടുള്ള ഈ രാധാറാണി സംരക്ഷിച്ചു കൊണ്ടിരിക്കും. നമ്മളെ പോലുള്ളവരെന്താണ്? നമ്മൾ ശരീരബോധത്തിലുള്ളതായതുകൊണ്ട് നമ്മൾ ആരെ സംരക്ഷിക്കുന്നത്? ബഹിരംഗ ശക്തിയായിട്ടുള്ള ദുർഗാദേവി. ദുർഗാദേവിയിലേക്കാണ് നമ്മൾ ആക്കപ്പെടുന്നത്. നമ്മൾ ദുർഗാദേവിയിലേക്ക് പോകുന്നു. മഹാത്മാക്കള് അതല്ലെങ്കിൽ പരിശുദ്ധ ഭക്തന്മാര് എവിടേക്കാ പോണത്? ഭഗവാന്റെ രാധാറാണിയാണ് അവരെ സംരക്ഷിക്കുന്നത്. അവർക്ക് സുരക്ഷിതത്വം രാധാറാണി കൊടുക്കുന്നു. പക്ഷെ നമുക്ക് ആരാണ് തരുന്നത്? ഭഗവാന്റെ ബഹിരംഗ ശക്തിയായിട്ടുള്ള ദുർഗാദേവിയാണ് നൽകുന്നത്. ഭൗതിക പ്രകൃതിയുടെ കീഴിലേക്ക് നമ്മൾ എവിടേക്കാ പോണത്? ഭൗതിക പ്രകൃതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ സത്യത്തിൽ ഭഗവാനെ കുറിച്ച് തത്വത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എങ്ങോട്ട് കടക്കാൻ സാധിക്കുന്നത്? ദൈവിക പ്രകൃതിയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത്. അതുവരെ നമുക്ക് എന്താണ്? ഭൗതിക പ്രകൃതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭൗതിക പ്രകൃതി ആരുടെ കീഴിലാണ്? നമ്മൾ പറഞ്ഞു ദുർഗാദേവിയാണ് ഭൗതിക പ്രകൃതി നോക്കുന്നത്, അല്ലെ? സതതം കീർത്തയന്തോ മാം യദന്തശ്ചാദൃഢാവ്രതഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടെ ആരാധിക്കുന്നു. അപ്പൊ എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടെ ആരാധിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ എല്ലാവരും ആരാധിക്കുന്നത്? ഇത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് വിജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിക്കുക, ഭഗവാന്റെ കീർത്തികളെ കുറിച്ച് ആലപിച്ചുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ മഹാത്മാക്കളും എന്ത് ചെയ്യാണ്? നിരന്തരം ഭക്തിയോടെ ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഭക്തന്മാരും നിരന്തരം ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്നു.
ഒഴുകുന്നത് കൊണ്ട് എന്താണ് ചെയ്യുന്നത്? അവരൊക്കെ എവിടേക്ക് ആക്കിപ്പെടുകയാണ്? ഭഗവാന്റെ അന്തരംഗ ശക്തിയിലേക്ക് ആക്കിപ്പെടും. അവരെല്ലായ്പ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഭഗവാനെ കീർത്തിച്ചുകൊണ്ടിരിക്കും. ഭക്തന്മാര് നിരന്തരം ഭഗവാനെ പ്രണമിച്ചുകൊണ്ടിരിക്കും. ഭഗവാന്റെ സേവനത്തില് മുഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭക്തിയോടെ ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് അവര്. അത് ഭഗവാനെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അതാണ് വിജ്ഞാനത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രം ഓംകാരം ഋക്സാമായജുരേവ ച. ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെയാണ്. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക് സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ. അപ്പൊ ലോകത്തിന്റെ അച്ഛനും അമ്മയും രക്ഷകനും പിതാമഹനും എല്ലാം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അറിയേണ്ടതും ഭഗവാനെ കുറിച്ചാണ്, പവിത്രമാകുന്നതും ഭഗവാനെ കുറിച്ചാണ്, പ്രണവവും ഋക് സാമ യജുർവേദങ്ങളും എല്ലാം ആര് തന്നെയാണ്? അതെല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മള് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് എല്ലാ ജീവജാലങ്ങളും പരമാത്മാ രൂപത്തില് ആരുണ്ട്? ഭഗവാൻ ഉണ്ടല്ലോ. എല്ലാ ജീവജാലങ്ങളും ആരുണ്ട്? ഭഗവാൻ ഉണ്ട് പരമാത്മാ രൂപത്തില്. അപ്പൊ എല്ലാവരുടെയും അംശം എന്താണ്? ഭഗവാന്റെ അംശമാണ് എല്ലാവരും. നമ്മൾ എല്ലാവരും എന്താണ്? ഭഗവാന്റെ അംശമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ പ്രണമിച്ചുകൊണ്ടിരിക്കണം. ഭഗവാനെ നമ്മൾ പ്രണമിക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭഗവാനെ മനസ്സിലാക്കണം. എങ്ങനെ? അച്ഛനാണ്. നമ്മുടെ അച്ഛനും അമ്മയും രക്ഷകനും പിതാമഹനും എല്ലാം ആരാണ്? ഭഗവാൻ തന്നെയാണ്. നമുക്ക് അറിയേണ്ടത് ഭഗവാനെ കുറിച്ചാണ്. നമ്മൾ അറിയും തോറും നമ്മൾ എന്താണ്? പവിത്രമാകുന്നതും പ്രണവം ഋക് സാമ യജുർവേദങ്ങൾ എല്ലാതും ഭഗവാൻ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാറ്റിന്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. അപ്പൊ എന്താണ്? എല്ലാത്തിന്റെ ലക്ഷ്യം ഭഗവാനാണ്. ഭരണകർത്താവ് ഭഗവാനാണ്. എല്ലാവരുടെയും പ്രഭു ഭഗവാനാണ്. എല്ലാറ്റിനും സാക്ഷിയും വാസസ്ഥാനവും. എല്ലാവരുടെ വാസസ്ഥാനം എന്നാരാണ്? ഭഗവാൻ തന്നെ. ഈ പ്രപഞ്ചം ഭഗവാന്റെ സൃഷ്ടിയാണ്. ഭഗവാന്റെയാണ് ഈ പ്രപഞ്ചം. ആശയം എല്ലാവരുടെ ആശ്രയം. ആശ്രയവും ഭഗവാൻ തന്നെ. എല്ലാവരുടെ ഉറ്റമിത്രവും ഭഗവാനാകുന്നു. സൃഷ്ടി സംഹാരം എല്ലാറ്റിന്റെ അടിസ്ഥാനം ഇതിന്റെ എല്ലാത്തിന്റെ ഇതൊക്കെ ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. കാരണം ഭഗവാനാണ് എല്ലാവരുടെയും പ്രാപ്തിസ്ഥാനം എന്നാണ് ഭഗവാൻ ഇതിലൂടെ പറയുന്നത്. അല്ലാതെ മനുഷ്യൻ മനസ്സിലാകുന്നില്ല. കൃഷ്ണനെ കുറിച്ച് അറിയാത്തവർക്ക് അത് മനസ്സിലാകുന്നില്ല. അവരെങ്ങനെയാണ്? അവര് വഴി പിഴച്ചു പോകാണ് ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാത്തവര് വഴി പിഴച്ചു പോകും. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയവർക്ക് ഉത്കൃഷ്ടതയിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. അവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയവർക്ക് ഉത്കൃഷ്ടത്തിലേക്ക് പോകാൻ സാധിക്കും. അല്ലാത്തവര് വഴി പിഴച്ചു പോകുന്ന പറയുന്നത്. അല്ലയോ അർജുന ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു. മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. ഇനി ഭഗവാൻ എന്താ പറയണത്? ഭഗവാൻ തന്നെയാണ് ഊർജം പ്രദാനം ചെയ്യുന്നത്. ഭഗവാനാണ്. സൂര്യന്റെ ചൂട് വെളിച്ചം ഇതൊക്കെ പരത്തുന്നതും എന്താണ്? വൈദ്യുതി കൊണ്ടൊക്കെ വെളിച്ചം പരത്തുന്നത് ഭഗവാന്റെ ശക്തികൾ കൊണ്ടാണ്. വേനൽക്കാലത്ത് മഴ പെയ്യിക്കാതിരിക്കുന്നതും മഴക്കാലത്ത് വർഷധാരങ്ങൾ അഴിച്ചുവിടുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ജീവിതകാലത്തിന്റെ ദൈർഘ്യം അത് നിലനിർത്തുന്നത് അത് എത്രയാണെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. മൃത്യുരൂപത്തിൽ വരുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. എല്ലാതും ആത്മാവും ജഡവസ്തുവും എല്ലാം ആര് തന്നെയാണെന്ന് പറയുന്നത്? ഒക്കെ ഭഗവാൻ തന്നെയാണെന്ന് പറയാണ് ഇവിടെ. സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെ തന്നെയാണ്. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങൾ അനുഭവിക്കുന്നു. അപ്പൊ സ്വർഗീയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മള് വേദപഠനം നടത്തുക, സോമരസം കുടിക്കുക, ഇതൊക്കെ ചെയ്യുന്നവരും ആരെ തന്നെയാണ് ഭജിക്കുന്നത്? ഭഗവാനെ തന്നെയാണ് ഭജിക്കുന്നത്. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായിട്ട് അവർക്ക് എന്ത് കിട്ടും? കുറെ പുണ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് പുണ്യലോകത്ത് പോയിട്ട്, അതായത് സ്വർഗത്തിൽ പോയിട്ട് ആ പുണ്യഫലങ്ങൾ മുഴുവൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കും അവരല്ലേ. ആ പുണ്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് എന്ത് വേണ്ടി വരും? അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരും.
വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. അങ്ങനെ ആ സുഖങ്ങളുടെ ഫലങ്ങൾ മുഴുവൻ അവിടെ അനുഭവിച്ചതിന് ശേഷം, സ്വർഗത്തിൽ അനുഭവിച്ചതിന് ശേഷം ആ പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുമ്പോ, അത് മുഴുവൻ തീരുമ്പോ അവര് വീണ്ടും ഈ ഭൂമിയിലേക്ക് ജന്മം എടുക്കേണ്ടതായിട്ട് വരും, തിരിച്ചു വരേണ്ടതായിട്ട് വരും, ഭൂമിയിൽ വന്ന് ജന്മം എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്ത് വരാണ്, ഈ ജന്മമൃത്യു പരമ്പരയില് അന്ന് അവര് വീണ്ടും അവര് പെട്ടുപോകും. ആദ്യം ജനനം സംഭവിക്കും, പിന്നെ മരണം സംഭവിക്കും, അതിങ്ങനെ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം ചെയ്ത പുണ്യത്തിന്റെ ഫലം മുഴുവൻ തീരുമ്പോ അവര് വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അവിടെ ഈ ജന്മമൃത്യു പരമ്പരയിലാണ് അവര് വീണ്ടും വന്ന് പെടേണ്ടി വരുന്നത്. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. അപ്പോൾ എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത്, അപ്പൊ ഭഗവാന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഭക്തിയോടെ ആരാണോ ഭഗവാനെ ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. അപ്പൊ ഭഗവാന്റെ ദിവ്യമായ രൂപത്തെ ആരാധിച്ചുകൊണ്ട് ആരാണോ ഭഗവാൻ ആരാധിക്കുന്നവര് ഭഗവാൻ സ്വയം സംരക്ഷിക്കുന്ന പറയുന്നത്, ഭഗവാൻ ആരാധിക്കുന്നവരെ ഭഗവാൻ സംരക്ഷിക്കും. അതൊന്നുകൂടി ഭഗവാൻ പറഞ്ഞുതരാണ്. ഉള്ളതൊക്കെ എന്ത് ചെയ്യും, ഭഗവാൻ നിലനിർത്തി കൊടുക്കും. പിന്നെ അവർക്ക് എന്താണോ വേണ്ടത് അത് മുഴുവൻ ഭഗവാൻ നൽകുകയും ചെയ്യും. അപ്പൊ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, പൂർണ്ണ ഭക്തിയോടെ ഭഗവാനെ ആരാണോ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഭഗവാനെ ആരാധിച്ചിരിക്കുന്നവർക്ക് ഭഗവാൻ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടതൊക്കെ ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കും, അവർക്കുള്ളതൊക്കെ ഭഗവാൻ എന്ത് ചെയ്യും, നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ ഭഗവാൻ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന പറയാണ്. പിന്നെ ദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാനിതാഹ തേപി മാമേവ കൗന്ദേയ യജന്ത്യാ വിധിപൂർവകം. മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവ്വം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. ഇനി എന്താ പറഞ്ഞത്, മറ്റുള്ള ദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട് അല്ലെ, ആ മറ്റുള്ള ദേവന്മാരുടെ ഭക്തന്മാര് അവര് ആരാധിക്കുന്നത് സത്യത്തിൽ ആരെ തന്നെയാണ്, ഭഗവാനെ തന്നെയാണ് അവരും ആരാധിക്കുന്നെന്ന് പറയാണ് ഭഗവാൻ. മറ്റു ദേവന്മാരുടെ ഭക്തന്മാര് വിശ്വാസപൂർവ്വം അവരെ ഉപാസിക്കുന്നവരും അവരും ശരിക്കും ആരെ തന്നെയാണ് ഉപാസിക്കുന്നത്, ഭഗവാനെ തന്നെയാണ് ഉപാസിക്കുന്നത്. പക്ഷെ എന്താ പറയണത്, കുന്തിപുത്ര അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല. അപ്പൊ അത് പറയണേ, അങ്ങനെ അവർ ചെയ്യുന്നത് എങ്ങനെയാണ്, വിധിപ്രകാരമല്ല ചെയ്യുന്നത്. കാരണം ദേവന്മാരെ ആരാധിക്കുന്നവര് ഉണ്ട്, അവര് ചെയ്യുന്നത് ഭഗവാനെ തന്നെയാണ് ആരാധിക്കുന്നത്. പക്ഷെ അവരത് ചെയ്യുന്നത് എങ്ങനെയല്ല, വിധിപ്രകാരമല്ല എന്ന് പറയാം, അവിധിപൂർവകമാണെന്നാ പറയുന്നത്. അത് വിധിപ്രകാരമല്ല എന്നാണ് പറയുന്നത് ഭഗവാൻ. ദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട്, അത് അവര് ചെയ്യുന്നത് ആരെ തന്നെയാണ്, ഭഗവാനെ തന്നെയാണ് ഉപാസിക്കുന്നത്. പക്ഷെ അത് വിധിപ്രകാരമല്ല എന്ന് ഭഗവാനോട് പറയാണ്. യാന്തി ദേവാവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതഃ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാജിനോപിവാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോടൊപ്പം ജനിക്കും. ദേവന്മാരെ ആരാണ് ആരാധിക്കുന്നവര് ദേവന്മാരോടൊപ്പമായിരിക്കും ജനിക്കുന്നത്. പിതൃപൂജകർ പിതൃക്കളോടൊപ്പം ജനിക്കും. ഭൂതപ്രേതാദികൾ ഉപാസിക്കുന്നവരാകട്ടെ അവരോടൊപ്പം അവൻ ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. അപ്പൊ ഭഗവാൻ ആരാധിക്കുന്നവര് ഭഗവാനോടൊപ്പം ജീവിക്കും, ദേവന്മാരെ ആരാധിക്കുന്നത് ദേവന്മാരുടെ ലോകത്തിലേക്ക് പോകും, പിതൃപൂജയില് പിതൃക്കളോടൊപ്പം അവരുടെ ലോകത്തിലേക്ക് പോകും, ഭൂതപ്രേതാദികൾ ഉപാസിക്കുന്നവര് അവരോടൊപ്പം ജനിക്കും. അപ്പൊ ആരാണോ നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ അവരുടെ ലോകത്തിലേക്കായിരിക്കും നമ്മൾ പോകുക. ദേവന്മാരെ ആരാധിച്ച ദേവലോകത്തിലേക്ക് പോകും, പിതൃപൂജകൾ പിതൃലോകത്തേക്ക് പോകും, ഭൂതപ്രേതാദികൾ ആരാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോകത്തിലേക്ക് പോകും. ഭഗവാനെ ആരാധിക്കുന്നവരാണ് എവിടേക്ക് പോകുന്നത്, ഭഗവാന്റെ ലോകത്തിലേക്ക് പോകുന്നത്, ഭഗവാന്റെ ധാമത്തിലേക്ക് ചേരാനായിട്ട് സാധിക്കുന്നത്. ഭഗവാൻ ആരാധിക്കുന്നവർക്കാണ് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഇനി ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഇവിടെ പറയുന്നു. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി ബഹൃദാമശ്നാമി പ്രയതാത്മനഃ. മാതാജി ക്ലിയർ ആവുന്നില്ല, വോയിസ് കട്ടാവണു. ഇപ്പോഴും കട്ടാവുണ്ടോ? എല്ലാവർക്കും കട്ടാവുണ്ടോ? വോയിസ് കട്ടാവണു. ഇല്ല ഓക്കെയാണ്, കേൾക്കാൻ പറ്റും. ഓക്കെയാണ്, എല്ലാവർക്കും കട്ടാവുകയാണ്. ഇവിടെ ഓക്കെയാണ് മാതാജി. ഓക്കെ, ഞാൻ നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്തത്. കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്.
പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യ ബഹുധ അശ്നാമി പ്രയതാത്മനഃ. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ ഞാൻ അത് സ്വീകരിക്കും. അപ്പൊ സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാള് എനിക്ക് അർപ്പിക്കുന്നത് എന്തുമാകട്ടെ ഭഗവാൻ അത് സ്വീകരിക്കുന്ന പറഞ്ഞത്. എന്താണ് അർപ്പിക്കേണ്ടത്? ഒരു ഇലയോ പൂവോ ഫലമോ ജലമോ എന്തായാലും. ഇല എന്ന് ഉദ്ദേശിക്കുന്നത് തുളസിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇല, പൂക്കള്, പിന്നെന്താണ് ഫലങ്ങള്, ഫലവർഗ്ഗങ്ങള്, പഴങ്ങള്, ഫ്രൂട്ട്സുകള്, പിന്നെ ജലം, അത് ഏതായാലും ഭഗവാൻ അത് സ്വീകരിക്കുന്ന പറഞ്ഞത്. അത് എങ്ങനെയായിരിക്കണം? സ്നേഹത്തോടും ഭക്തിയോടും കൂടി ആയിരിക്കണം ഭഗവാൻ അർപ്പിക്കേണ്ടത്. അപ്പൊ ഭഗവാൻ എങ്ങനെ ആരാധിക്കണം എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഭഗവാൻ അർപ്പിക്കുന്നത് എന്തും ഭഗവാൻ സ്വീകരിക്കും. അതൊരു ഇലയായാലും, അതായത് തുളസി ഇലയായാലും, പൂക്കളായാലും, ജലമായാലും, പിന്നെന്താണ് പറഞ്ഞത്, പഴവർഗ്ഗങ്ങള്, എന്തായാലും അത് ഭഗവാൻ സ്വീകരിക്കും. പക്ഷെ ഭക്തന്മാർ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? സ്നേഹത്തോടെ ഭക്തിയോടെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെ ഭഗവാൻ അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് എന്താണ് കാരുണ്യം ചൊരിയാണ് ചെയ്യണത്. ഭഗവാൻ നമുക്കതിന്റെ കാരുണ്യം നമുക്ക് ചൊരിയാണ് ചെയ്യുന്നത്. എല്ലാതും ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഭഗവാൻ പറയാണ്. എന്തൊക്കെയാ സമർപ്പിക്കേണ്ടത്? പത്രം പുഷ്പം ഫലം തോയം. പത്രം എന്ന് വെച്ചാല് തുളസിയില, പുഷ്പങ്ങള്, ഇല, പിന്നെ ഫലം എന്ന് വെച്ചാൽ ഫലവർഗ്ഗങ്ങള്, ഫലം, പിന്നെ തോയം, ജലം. ഈ 4 കാര്യങ്ങളാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇതില് എന്താ പറയാ, സാമ്പത്തികമായിട്ടുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഉള്ള യാതൊരു വ്യത്യാസമില്ല. എല്ലാവർക്കും ചെയ്യാനായിട്ടുണ്ട്. തുളസിയിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, ജലം എല്ലാവരുടെ വീട്ടിലുണ്ടാവും, പൂക്കളും എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഇപ്പൊ പഴവർഗ്ഗങ്ങൾ, ഒരു പഴമായാലും നമുക്ക് ഭഗവാന് നിവേദിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് എങ്ങനെ കൊടുക്കണം? അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സ്നേഹത്തോടും ഭക്തിയോടും. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടും. പക്ഷെ മറ്റുള്ള കാര്യം കിട്ടാനായിട്ടാണ് പാടിയത് സ്നേഹവും ഭക്തിയും. സ്നേഹത്തോടും കൂടിയും ഭക്തിയോടും കൂടി ആയിരിക്കണം ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കേണ്ടതെന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയാണ്. ഇത് ഭഗവാൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ശരിക്കും നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു ഭഗവാന് സമർപ്പിക്കണമെന്ന്. ഭഗവാൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ശരിക്കും എന്തിനാണ് ഭഗവാൻ സമർപ്പിക്കുന്നത്? ഇല്ല. കാരണം ഭഗവാൻ എല്ലാത്തിന്റെ സൃഷ്ടാവാണ്. ഭഗവാൻ അല്ലെ, ഭഗവാനാണ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഭൗതിക ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാനാണ്. ഈ ഭഗവാൻ ഇപ്പൊ ജലം കിട്ടിയിട്ടോ നമ്മൾ കൊടുക്കുന്ന ഫ്രൂട്ട്സ് കൊടുത്തിട്ടോ ഒന്നും ഭഗവാൻ ആവശ്യമില്ല. പക്ഷെ എന്തിനാണ് ഭഗവാൻ അത് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പരിശുദ്ധരാകാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മളെ പരിശുദ്ധരാക്കിയിട്ട് തിരിച്ചു ഭഗവാന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് ചെയ്യാൻ പറയുന്നത്. ഭഗവാന് സത്യത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ചെയ്തില്ലെങ്കിലും ഭഗവാന് യാതൊരു പ്രോബ്ലം. എന്റെ പ്രോബ്ലം ഉണ്ടാവണ ആർക്കാണ്? നമുക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ്. മാതാജി പറഞ്ഞോളൂ. കേൾക്കാൻ പറ്റില്ല. ഇത് ഭഗവാൻ ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഭഗവാൻ ഇതിന്നെല്ലാം ഇൻഡിപെൻഡന്റ് അല്ലേ. അതെ, നമ്മളെ മനസ്സുയർത്താൻ വേണ്ടി നമ്മൾ ഇത് സമർപ്പിക്കും ചെയ്യണേ. നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട്, നമ്മൾ പരിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെല്ലാം ആവശ്യപ്പെടുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് ആവശ്യപ്പെടുന്നത്. ഭഗവാന് വേണ്ടിയിട്ടല്ല. ഭഗവാൻ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷെ നമുക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഭഗവാൻ ഇതൊക്കെ ചെയ്യാനായിട്ട് പറയണത്. നമ്മളെ പരിശുദ്ധരാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പരിശുദ്ധരാക്കി ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെല്ലാം പറയുന്നത്, നിവേദിക്കാനായിട്ട് പറയുന്നത്. യത്കരോഷിയത സ്നാസി യജ് ഹോഷീത ദാസിയത് തത്കുരിശാമദർപ്പണം. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. നീ എന്താ പറയുന്നത്? നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ നീ എന്ത് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണത് അതൊക്കെ നീ എനിക്കായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. എന്ത് നിവേദിക്കുക, എന്ത് ചെയ്യുന്നോ, എന്ത് നിവേദിക്കുന്നോ, എന്ത് ഭക്ഷിക്കുന്നോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ അതെല്ലാം നീ എനിക്കായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യാനാണ് ഭഗവാൻ ആരോട് പറയുന്നത്? അർജുനനോട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്? ഏതൊരു സമയത്തിലും സന്ദർഭത്തിലും സമയത്തിലും ഭഗവാൻ ഓർക്കാൻ വേണ്ടിയിട്ട്, നമ്മള് ഭഗവാനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ജീവിതം
ഭഗവാനെ ഓർക്കുന്ന രീതിയിൽ നമ്മൾ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും, എന്ത് നിവേദിക്കുകയാണെങ്കിലും, എന്ത് ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഒരു ദിവസം ഇരിക്കില്ല, പ്രവർത്തികൾ ചെയ്യാതെ നമ്മൾ ഇരിക്കില്ല. നമ്മളിപ്പോ എന്തെങ്കിലും ദാനം ചെയ്യായിരിക്കും, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അപ്പൊ ഒരു ദിവസം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് പോണതുണ്ട്. ആ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോ ഭഗവാൻ ഓർത്തുകൊണ്ട് ചെയ്താൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്താണ് ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ മറന്നു പോകാതിരിക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ എന്നും ഡെയിലി ഭഗവാൻ ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? ഓരോ സന്ദർഭത്തിലും ചെയ്യുന്ന പ്രവൃത്തികൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്, ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യാനായിട്ട്. അതാണ് പറയുന്നത്, എന്ത് ചെയ്യാം, എന്ത് നിവേദിക്കാം, എന്ത് ഭക്ഷിക്കാം, എന്ത് ദാനം ചെയ്യാം, എല്ലാതും ഭഗവാനെ ഓർത്തുകൊണ്ട് ചെയ്യാം. അപ്പൊ ഏതൊരു സന്ദർഭത്തിലും ഭഗവാനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. സമ്മോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യാസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേഷു ചാപ്യഹം. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷാപാതവുമില്ല, എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസ്സരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. എനിക്ക് ആരോടും പക്ഷാപാതമില്ല, അസൂയമില്ല. അപ്പൊ ഭഗവാന് ആരോടും അസൂയയില്ല എന്നാ പറയുന്നത്. അതുമാത്രല്ല, ഭഗവാൻ ആരോടും പക്ഷാപാതവുമില്ല, എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. എല്ലാറ്റിനും എങ്ങനെയാണ് ഭഗവാൻ കാണുന്നത്? സമഭാവനയോടാണ് എല്ലാവരെയും ഭഗവാൻ കാണുന്നത്. പക്ഷേ ഒരു കാര്യം പറഞ്ഞ അവിടെ എന്താണ്? ഭക്തി പുരസ്സരം ആരാണോ എന്നെ സേവിക്കുന്നത്, ആരാണോ എന്നെ ഭക്തി പുരസ്സരം സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. അപ്പൊ എനിക്ക് ആരോടും അസൂയയില്ല, എനിക്ക് ആരോടും പക്ഷാപാതവുമില്ല, എല്ലാറ്റിനെയും സമഭാവനയോടെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഒരു കാര്യം ഭഗവാൻ പറയണത്, ഭക്തി പുരസ്സരം ആരാണോ എന്നെ സേവിക്കുന്നത്, ഭക്തിയോട് കൂടി എന്നെ ആരാണോ സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തായിരിക്കും, ഞാൻ അയാളുടെ സുഹൃത്തുമായിരിക്കും, അവൻ എന്നിൽ അധിവസിക്കുന്നു. അപ്പൊ ഭക്തി പുരസ്സരം ഭഗവാനെ സേവിക്കുന്നവർക്ക് ചെറിയൊരു മുൻഗണന ആര് കൊടുക്കുന്നുണ്ട്? ഭഗവാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ ആരോടും അസൂയയില്ല, പക്ഷാപാതവും ഇല്ല, എല്ലാവരും ഒരുപോലെയാണ് ഭഗവാൻ കാണുന്നത്. പക്ഷെ ഭക്തി പുരസ്സരം ഭഗവാനെ സേവിക്കുന്നവർക്ക് ഭഗവാൻ ചെറിയൊരു മുൻഗണന ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞുതരാണ്. अपि चेत् सुदुराचारो भजते मामनन्यभाक् साधुरेव समन्तव्य सम्यगे व्यवसितो हि सः. ഒരാൾ അത്യന്തം ഹീനമായ ഒരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അയാൾ ശരിയായി വർത്തിക്കുന്നു. ഒരാള് അത്യന്തം ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു എന്ന് വിചാരിക്കൂ, അതിനുശേഷം അയാൾ ചിലപ്പോ ഭക്തി സേവനങ്ങൾ ചെയ്ത് ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ എന്ത് കരുതണം? സാധുവായിട്ട് കരുതണം. ചിലപ്പോ ഹീനമായിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ വ്യക്തി ഭക്തിയിൽ വന്നു, ഭക്തി പുരസ്സരം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താണ്? അയാള് പരിശുദ്ധരാകാനായിട്ട് സാധിക്കും, പരിശുദ്ധി ഉണ്ടാകാനായിട്ട് അയാളിൽ മാറ്റം സംഭവിക്കും. അയാൾ എന്താണ്? എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും അയാളിൽ മാറ്റം സംഭവിക്കും, അയാള് പരിശുദ്ധരാകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ എന്തായിട്ട് കരുതണം? സാധുവായിട്ട് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നാണ് ഒരു വ്യക്തി ഭയങ്കര ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ്, അപ്പൊ അതിനുശേഷം അയാള് അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സാഹചര്യം കൊണ്ടായിരിക്കും അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്തു പോയത്. അതിനുശേഷം അയാൾ ഭഗവത് സേവനത്തിലേക്ക് തിരിഞ്ഞു, ഭക്തിയുടെ സേവനത്തിലൂടെ കുറെ വർഷങ്ങൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും അയാൾ പരിശുദ്ധരായിക്കൊണ്ടിരിക്കും. എന്നിട്ടും നമ്മൾ അയാൾ എന്ത് പറയാൻ പാടില്ല? അയാൾ ദുഷ്കർമ്മം ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയാനായിട്ട് പാടില്ല. കാരണം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാൾ എന്തായി മാറാണ്? സാധുവായിട്ട് മാറാണ്. അയാളെ സാധുവായിട്ടാണ് കരുതേണ്ടത്. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അയാള്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. എന്താ പറയണത്? അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായി ശാന്തി നേടുന്നു. ആ വ്യക്തി പരിശുദ്ധ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി, ഭക്തിയുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി പെട്ടെന്ന് തന്നെ അവൻ എന്ത് സംഭവിക്കും? അവന് ശാന്തി നേടാനായിട്ട് സാധിക്കും, ധാർമ്മികനായി തീർന്ന് ശാന്തി നേടാനായിട്ട് സാധിക്കും. ധാർമ്മികനായി തീർന്നിട്ട് ശാശ്വതമായി ശാന്തി നേടാനായിട്ട് സാധിക്കും. പിന്നെ ഭഗവാൻ എന്താ പറയുന്നത്? എന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല?
നാശം സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ ആരോടാ പറയണത്? അർജുനനോട് പറയാണ്. അപ്പൊ വേഗത്തിൽ തന്നെ ഈ പറഞ്ഞ പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെട്ട ഒരു ആള് അയാൾക്ക് ഭക്തനാകാൻ കഴിയില്ല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കില്ല. ഭക്തി ഇല്ലാത്തവരിൽ ഇങ്ങനത്തെ ഗുണങ്ങളൊന്നും കാണില്ല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന പറഞ്ഞാൽ അയാൾ എങ്ങനെ ശുദ്ധഭക്തനാകാനായിട്ട് അയാൾക്ക് സാധിക്കും? ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഭാഗവതവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ച് അയാൾക്ക് നല്ല എന്താ പറയാ നവവിധ ഭക്തിയിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ട് അയാൾക്കും ഭക്തനാകാനായിട്ട് സാധിക്കും. അങ്ങനെ ഭക്തിയിലൂടെ വന്ന് ആ ഭക്തന് സ്വന്തം ഹൃദയത്തില് ഭഗവാനെ പ്രതിഷ്ഠിക്കുമ്പോ സ്വാഭാവികമായിട്ടും അയാളുടെ ഉള്ളിലത്തെ മാലിന്യങ്ങളൊക്കെ ഇല്ലാതാകാനായിട്ട് സാധിക്കും. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഭഗവത് ധ്യാനത്തിലൂടെ ആ ഭക്തൻ ആരായിട്ട് മാറാണ്? പരിശുദ്ധീകരിക്കപ്പെടാണ്. പരിശുദ്ധ ഭക്തനായിട്ട് മാറി ഉത്കൃഷ്ട നിലയിലേക്ക് ഉയരാനായിട്ട് സാധിക്കും അയാൾക്ക്. അപ്പൊ അയാൾക്ക് പിന്നെ എന്ത് സംഭവിക്കുന്നില്ല? പതനം സംഭവിക്കുന്നില്ല. അങ്ങനെ യാദൃശ്ചികമായിട്ടുള്ള വീഴ്ചകളിൽ നിന്ന് ആ ഭക്തനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഭൗതിക മാലിന്യങ്ങളൊക്കെ നീറുമ്പോ അയാൾക്ക് എന്താണ്? അയാളുടെ ഉള്ളില് ആര് വന്നിരിക്കുകയാണ്? മാലിന്യങ്ങൾ തീരുമ്പോ അവിടെ ഭഗവാൻ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ വന്ന് വാസം അർപ്പിക്കുന്ന പറയുന്നത്. നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ആരിയ്ക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ ഭക്തിയിലൂടെ പരിശുദ്ധരായി കഴിഞ്ഞാൽ അവിടെ ആര് വരാണ്? ഭഗവാൻ വാസം ഉറപ്പിക്കുന്ന പറയുന്നത്. അവൻ വേഗത്തിൽ തന്നെ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായിട്ട് ശാന്തി നേടാൻ ആ വ്യക്തിക്ക് കഴിയും. എന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ പറയുന്നത്. ഭഗവാൻ പറയാണ് ഭഗവാന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് അർജുനനോടാണ് ഉറപ്പിക്കാൻ പറയുന്നത്, പ്രഖ്യാപിക്കാൻ പറയുന്നത്. ഭഗവാൻ അല്ലത് പറയുന്നത്. ആരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്? അർജുനനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അർജുനനെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അറിയാവോ? മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും? എന്തുകൊണ്ടായിരിക്കും ഭഗവാൻ അത് അർജുനനെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നമേ ഭക്ത്യ പ്രണശ്യതി, എന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന്. അർജുനൻ ആരാണ്? ഭഗവാന്റെ ഭക്തനാണ് അല്ലെ? ആ ഭക്തനെ കൊണ്ട് എന്തുകൊണ്ടാണ് ഭഗവാൻ അത് പറയിപ്പിക്കുന്നത്? ഹരേ കൃഷ്ണ. അടുത്തടുത്ത് വരുന്ന ജനറേഷനിലുള്ളവർക്കും ഭഗവാന്റെ ഭക്തർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമല്ല, അർജുനൻ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭഗവാനെ പറ്റി പറയുന്നത് അർജുനനാണല്ലോ. അങ്ങനെ അത് വിചാരിച്ചായിരിക്കും. ഹരേ കൃഷ്ണ. അർജുനന് ഉദാഹരണമാണ് ഭക്തന്റെ. ഇനി വേറെ എന്തെങ്കിലും പറയണ്ട ആരെങ്കിലും? ഹരേ കൃഷ്ണ. എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു ഭക്തന്റെ വാക്കൊരിക്കലും ഭഗവാൻ തെറ്റിക്കില്ല. ഭഗവാൻ ആരാണ്? ഭക്തവത്സലനാണ് ഭഗവാൻ അല്ലെ? ഭക്തന്റെ വാക്കിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് ആര്? ഭഗവാൻ ഏറ്റവും കൂടുതൽ ഭക്തന്മാരെയാണ് പരിഗണിക്കുന്നത്. ഭക്തന്റെ വാക്കിനാണ് ഭഗവാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ഭക്തന് ഒരു പ്രയാസം വന്നാൽ ഭക്തൻ പറഞ്ഞ വാക്കൊരിക്കലും ആര് തെറ്റിക്കില്ല? ഭഗവാൻ തെറ്റിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ അല്ല പറയുന്നത് അവിടെ, ഭക്തനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത് എന്റെ ഭക്തന്മാർക്ക് നാശമില്ല എന്ന്. അർജുനൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെ ആയിട്ട് മാറി? ഭഗവാന്റെ ആയിട്ട് മാറി. കാരണം ഭക്തൻ പറഞ്ഞാൽ പിന്നെ അതിന് ഒരപ്പീലില്ല എന്ന് പറയില്ല നമ്മൾ. അതുപോലെ തന്നെ ഭഗവാൻ അതിന് പിന്നെ ഒരിക്കലും മാറ്റം സംഭവിക്കാൻ ചെയ്യില്ല. ഇവിടെ നമുക്കറിയാവുന്നതാണ് നമ്മളെ പ്രഹ്ലാദ മഹാരാജാവ് അല്ലെ? പ്രഹ്ലാദ കുമാരൻ എന്താ പറയണത്? ചോദിച്ചു, നിന്റെ ഭഗവാൻ എവിടെ? തൂണിന്ന് വരുമെന്ന് ചോദിച്ചു അല്ലെ? നരസിംഹ ഭഗവാൻ അവതരിച്ചത് എവിടെ നിന്നാണ്? തൂണിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് നരസിംഹ ഭഗവാൻ തൂണിൽ നിന്ന് അവതരിക്കാൻ കാരണം തന്റെ ഭക്തന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ പറഞ്ഞ എവിടെ തൂണിലുണ്ടോന്ന് വെച്ചപ്പോ ആ തൂണിലുണ്ട് എന്റെ ഭഗവാൻ എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ ആ വാക്കിനെ സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എവിടെ നിന്ന് വരുന്നത്? തൂണിൽ നിന്ന് വന്നത്. അതേപോലെ തന്നെ ഭക്തന്മാരുടെ വാക്ക് എപ്പോഴും ഭഗവാൻ എന്താണ്? ഭഗവാൻ പാലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അർജുനനോട് പറഞ്ഞത്. മാതാജി, ഹരേ കൃഷ്ണ. മാതാജി കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞോളൂ. ഇതിന് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു ഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നില്ലെന്നല്ലേ ഭഗവാൻ? അപ്പോ ഭഗവാൻ ഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നില്ലെന്നല്ലേ പറഞ്ഞേ? ഭൂതങ്ങളിൽ എനിക്ക് മനസ്സിലായില്ല. ഭൂതങ്ങളിൽ ഭഗവാൻ ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഭൂതങ്ങൾ ഉദ്ദേശിച്ചത് പ്രഭു പറഞ്ഞ പഞ്ചഭൂതങ്ങള്. ഭഗവാന്റെ സൃഷ്ടിയല്ല എല്ലാതും. ഭഗവാൻ എങ്ങനെ സ്ഥിതി? ഭഗവാൻ എല്ലാവരും നിറഞ്ഞു നിൽക്കാണ്. ഭഗവാന് പഞ്ചഭൂതങ്ങൾ എല്ലാതും ഭഗവാന്റെ സൃഷ്ടി തന്നെയല്ലേ? ഭഗവാൻ അല്ലാതെ വല്ലതും ഉണ്ടോ ഇവിടെ? ഭഗവാന്റെ അല്ലാതെ. അതെ, പഞ്ചഭൂതങ്ങളിൽ ഭഗവാൻ ഇല്ലെന്നല്ല പറഞ്ഞേ മുന്നത്തെ ശ്ലോകത്തില്. ഞാൻ പിന്നെ പറയാം.
ശരി. അപ്പോ ഭക്തന്മാർക്ക് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാനാണ് അർജുനനോട് ഭഗവാൻ അത് പറയുന്നത്. മാംഹി പാർത്ഥവ്യപാശ്രിത്യ യേപി സ്യു പാപയോനയഃ സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്രാസ്തേപി യാന്തി പരാം ഗതി. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമൂലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. അപ്പൊ ഭഗവാൻ ആശ്രയിക്കുന്ന ആരായാലും അത് അധമൂലത്തിൽ പിറന്നവരാകാം, സ്ത്രീകളാകാം, കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി അവർക്കൊക്കെ പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നവർ. ഭഗവാൻ ആശ്രയിക്കാൻ ശ്രമിച്ചാലും ഭഗവത് സേവനം ചെയ്യാനായിട്ട് ആര് ശ്രമിച്ചാലും അവർക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ഉച്ചനീച സ്ഥിതികളൊന്നും ഇതിന് ബാധകമല്ല. അവർക്കൊക്കെ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്ന പറഞ്ഞ എല്ലാവർക്കും ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അത് ഇപ്പൊ ഏത് ഗുണത്തിൽ വന്നതായാലും, ഏത് എന്താ പറയാ, ശൂദ്രനായാലും പിന്നെ കച്ചവടക്കാരായാലും സ്ത്രീകളായാലും അധമകുലത്തിൽ പിറന്നവരായാലും ആരായാലും അവർക്കൊക്കെ പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്ന് ഭഗവാൻ പറയണം. അപ്പൊ ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നവര് അവർക്കൊക്കെ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു പറയാണ് ഇവിടെ. മന്മനഃ മദ്ഭക്തോ മദ്യാജീമാ നമസ്കുരു മാമേ വൈശ്യസ്യ യുക്തൈവ ആത്മാനം മത്പരായണഃ. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. അപ്പൊ എന്നിൽ മനസ്സുറപ്പിക്കുക, ഭഗവാനിൽ മനസ്സുറപ്പിക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നത് കൊണ്ട് നിനക്ക് തീർച്ചയായിട്ടും എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാനിൽ മനസ്സുറപ്പിക്കണം, ഭഗവാന്റെ ഭക്തനാവണം, ഭഗവാനെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യണം. അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാനിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതിന്? ഭഗവാനെ മനസ്സുറപ്പിക്കുക, ഭഗവാന്റെ ഭക്തനാവുക, പിന്നെ ഭഗവാനെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യണം. പൂർണ്ണമായിട്ടും ഭഗവാനിൽ തന്നെ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അതായത് ചെയ്യാനായിട്ട് നവവിധ ഭക്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഏതൊക്കെയാണ്? ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭഗവാനെ പ്രാപിക്കാനായിട്ട്, ഭഗവാനെ ആരാധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാന്റെ ഭക്തനാവണം, ഭഗവാനെ സേവിക്കണം. ഭഗവാനെ എങ്ങനെ സേവിക്കണം നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നു. നമുക്കതിന് ജ്ഞാനം നൽകി അതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കണം എന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ പറഞ്ഞു തന്നു. പത്രം, പുഷ്പം, ഫലം, തോയം, യോമേ ഭക്തിയ പ്രയച്ചി. നമ്മള് 4 കാര്യങ്ങള് ആണ് ഭഗവാന് വേണ്ടിയിട്ട് പറഞ്ഞത്. പക്ഷെ അത് ഭക്തിയോടെയും സ്നേഹത്തോടെയും കൂടി സമർപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു പറഞ്ഞു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവൃന്ദി की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय. നിതായ് ഗുരു പ്രമാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എങ്ങനെയുള്ളവർക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്? എങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കാത്തത്? ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക്. ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. ഭഗവാന്റെ 2 ശക്തികൾ മഹാമായയും യോഗമായും അല്ലെ? അതായത് അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി. ദുർഗാദേവി. ശ്ലോകം 9 ശ്ലോകത്തിൽ ഭഗവാൻ എന്തിനെ കുറിച്ചാണ്? ആത്മാക്കളെ പറ്റി. ദേവിയെ പ്രകൃതിയെ സുരക്ഷിതരാണെന്ന്. അതെ, അത് വ്യാമോഹം ബാധിക്കുന്ന വിശിഷ്ട മഹാത്മാക്കൾ, ദൈവിക പ്രകൃതി. രാധാറാണിയ സുരക്ഷിതരാണ്, സർവഭൂതങ്ങൾക്കും ആദി